സമുദ്രനിരപ്പിൽ നിന്ന് 4000 അടി ഉയരത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്ന നമ്മുടെ ഈസ്റ്റേൺ ഗട്ട്സിൻ്റെ ഭാഗമായ ഒരു അഡ്വഞ്ചറസ് ട്രക്കിംഗ് സ്പോട്ട് നമ്മുടെ സ്വന്തം തമിഴ്നാട്ടിലുള്ള കാര്യം എത്ര പേർക്കറിയാം? സോ ഹേ ഫെല്ലോ ട്രാവലേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ ട്രാവൽ വീഡിയോ. തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയ്ക്കടുത്തുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അഡ്വഞ്ചറസ് ട്രക്കിംഗ് സ്പോട്ടാണ് പർവ്വതമല. പുലൂറാണ് പർവ്വതമലയ്ക്ക് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. പക്ഷേ ഒരു ലോക്കൽ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ട്രെയിനുകൾ മാത്രമേ അവിടെ നിർത്തൂ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് വരുന്ന സഞ്ചാരികൾ ചൂസ് ചെയ്യേണ്ട സ്റ്റേഷൻ കാട്ട്പാടി ജംഗ്ഷനാണ്. എല്ലാ ദിവസവും എറണാകുളം ജംഗ്ഷനിൽ നിന്ന് 4:00 പുറപ്പെടുന്ന ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിൽ കയറിയാൽ വെളുപ്പിന് 3 മണിയോടുകൂടി നിങ്ങൾക്ക് കാട്ട്പാടിയിലെത്താൻ പറ്റും. അവിടെ നിന്ന് പുലൂർക്ക് ലോക്കൽ ട്രെയിൻസ് അവൈലബിൾ ആണ്, ഇല്ലെങ്കിൽ ഊബറോ ഷെയർ ഓട്ടോ എടുക്കാം. പർവ്വതമല ട്രക്കിങ്ങിന് പ്രധാനമായിട്ട് 2 സ്റ്റാർട്ടിംഗ് പോയിന്റുകളാണുള്ളത്. ഇതിൽ നമ്മൾ നേരെ പോയത് കടലാടി ബേസ് വില്ലേജിലേക്കാണ്. ഈ 2 റൂട്ടുകൾ നമ്മൾ ഈ ട്രിപ്പിൽ കവർ ചെയ്തിട്ടുണ്ട്. ഈ 2 റൂട്ടുകളെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. 2 ബേസ് വില്ലേജുകളുടെയും ചെക്ക് പോസ്റ്റ് രാവിലെ 5:30 ഓപ്പൺ ചെയ്യുന്നത്. അവിടെ നമ്മുടെ പേരും ഡീറ്റെയിൽസും കൊടുത്ത് 10 രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്തിട്ട് വേണം ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ. ഒപ്പം തന്നെ നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക്കുകൾ എല്ലാവരും നമ്പറിട്ട് ലേബൽ ചെയ്യും. എണ്ണത്തിനനുസരിച്ച് ഈ പ്ലാസ്റ്റിക്കുകൾക്കും 10 രൂപ നമ്മളവിടെ കെട്ടിവെക്കേണ്ടതുണ്ട്. ഇറങ്ങുന്ന സമയത്ത് ഈ ലേബൽ ചെയ്ത പ്ലാസ്റ്റിക്കുകളോടെ കാണിച്ചാൽ ഈ പൈസ നമുക്ക് റിട്ടേൺ കിട്ടുന്നതാണ്. പർവ്വതമലയിലേക്കുള്ള 2ാമത്തെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് തെന്മതിമംഗലം. അത് കുറേ കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള തീർത്ഥാടകർക്ക് വേണ്ടി പിന്നീട് നിർമ്മിച്ച റൂട്ടാണ്. എന്നാൽ പർവ്വതമലയിലേക്ക് ആദ്യകാലം മുതലേ ഉള്ള താരതമ്യേന കാഠിന്യമേറിയ റൂട്ടാണ് കടലാടിയിൽ നിന്നുള്ളത്. പറയത്തക്കവണ്ണം വെട്ടിത്തെളിച്ച വഴികളോ മനുഷ്യനിർമ്മിതമായ പടികളോ ഇല്ലാത്തതുകൊണ്ട് തന്നെ ട്രക്കേഴ്സ് റൂട്ട് എന്നാണ് ഇപ്പോൾ ഈ വഴി അറിയപ്പെടുന്നത്. ഏകദേശം 5.5 കിലോമീറ്ററോളം ദൂരമുള്ള ഈ റൂട്ടിൻ്റെ ആദ്യത്തെ ഫേസാണ് കാട്ടിലൂടെയും പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെയുള്ള ഈ വഴി. ഈ ഫേസ് കഴിഞ്ഞാൽ തെന്മതിമംഗലം റൂട്ടുമായി വഴി ഒന്നിക്കും. ബാക്കി 2 ഫേസുകൾ 2 റൂട്ടിനും കോമൺ ആണ്. ഏറ്റവും എക്സൈറ്റിങ്ങും അഡ്വഞ്ചറസും ആയിട്ടുള്ള നെക്സ്റ്റ് ഫേസാണ് ക്രോബാർ ഫേസ്, AKA കടപ്പാറി പാത്ത്. ഏകദേശം 70 മുതൽ 80 ഡിഗ്രി വരെ കുത്തനെയുള്ള പാറക്കെട്ടുകളിലൂടെയാണ് ഈ വഴി കടന്നു പോകുന്നത്. വെർട്ടിക്കലായിട്ടുള്ള ഒരു മതിലിലോ ഏണിയിലോ കയറുന്ന പോലെയായിരിക്കും ഈ ഫേസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. കുത്തനെയുള്ള പാറകളിൽ പിടിച്ച് കയറാനായി ഇരുമ്പ് ബാറുകളും ചെയിനുകളും പാറയിൽ ഡ്രില്ല് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫേസിനെ ക്രോബാർ ഫേസ് അഥവാ കടപ്പാറി പാത എന്ന് വിളിക്കുന്നത്. ഏകദേശം 10 മുതൽ 15 മിനിറ്റ് വരെയാണ് ഈ ഫേസ് കവർ ചെയ്യാൻ നമ്മൾ എടുക്കുന്ന സമയം. ആ സമയം ഏകദേശം 4000 അടി ഉയരത്തിൽ നിന്നുള്ളൊരു 360 ഡിഗ്രി വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുക. അത്യാവശ്യം റിസ്കി ആയിട്ടുള്ളൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ചെരുപ്പിട്ടുകൊണ്ട് കയറാതിരിക്കാൻ ശ്രമിക്കുക. ഒന്നെങ്കിൽ ബെയർഫുട്ടായിട്ടോ അല്ലെങ്കിൽ സ്റ്റഡി ആയിട്ട് ഗ്രിപ്പുള്ളൊരു ഷൂവോ യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ മൺസൂൺ ഇങ്ങോട്ടേക്ക് റെക്കമെൻഡഡ് ആയിട്ടുള്ളൊരു സീസണല്ല. പിന്നെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആകുമ്പോൾ തന്നെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് പാറകളിലും കമ്പികളിലും വെയിലിൻ്റെ ചൂട് തട്ടുന്നതിന് മുമ്പ് നമുക്ക് മുകളിലെത്താൻ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇവിടെ നിന്നാണ് നമ്മുടെ 3rd ആൻഡ് ഫൈനൽ ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്.